Welcome to the second lesson in Numerical Methods in Physics. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ന്യൂമറിക്കൽ ടെക്നിക്ക്, ദാറ്റ് ഈസ് കാൾഡ് കർവ് ഫിറ്റിംഗ്. അപ്പോൾ ഇന്ന് ഈ കർവ് ഫിറ്റിംഗ് എന്നുള്ളതിൻ്റെ പ്രിൻസിപ്പിൾ, അതിൽപ്പെട്ട ഒരു എക്സാമ്പിൾ, ദാറ്റ് ഈസ് ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ്, ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കർവ് ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ പല എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്തും we will require a curve to fit into a given set of data. ഇപ്പോൾ നിങ്ങളൊരു ഓംസ് ലോ ചെയ്യുകയാണെങ്കിൽ you will get some voltage and current values. അവിടെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ you will get a straight line. ആക്ച്വലി നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് സ്ട്രൈറ്റ് ലൈൻ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എക്സ്പെരിമെൻ്റൽ ഇറർ കാരണം നമുക്ക് കിട്ടുന്ന റീഡിങ്സ് എന്നുള്ളത് ഇറ്റ് വിൽ ബി സംവാട്ട് അവേ ഫ്രം ദാറ്റ് ആക്ച്വൽ കർവ്, ആക്ച്വൽ സ്ട്രൈറ്റ് ലൈൻ കർവിനേക്കാളും അപ്പുറത്തോ വരാം പോയിന്റ്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന എക്സ്പെരിമെൻ്റൽ റിസൾട്ട് വാല്യൂസ് എന്നുള്ളത് ആ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് മാക്സിമം പോയിന്റിന് അടുത്തിലൂടെ പോകുന്ന രീതിയിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സ്ട്രൈറ്റ് ലൈൻ കർവ് ഫിറ്റിംഗ്. അപ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ കർവ് ഫിറ്റിംഗ് എന്നുള്ളത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് കർവ് ഫിറ്റിംഗ്. ഫിസിക്സിലെ എല്ലാ കർവും സ്ട്രൈറ്റ് ലൈൻ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാരാബോളിക് കർവ് വരാം, അതിൽ ക്യൂബിക്ക് വരാം, ലോഗരിതമിക് വരാം, എക്സ്പൊണൻഷ്യൽ വരാം, ഇങ്ങനെ പല രീതിയിലുള്ള കർവ്സും പോസിബിൾ ആണ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അനുസരിച്ച് അതുമായിട്ട് ഫിറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു തിയറി. എന്താണോ തിയറി പറയുന്നത് അതിനനുസരിച്ച്. ഇൻ ദ കേസ് ഓഫ് ഓംസ് ലോ വി ആൻഡ് ഐ ആർ പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇൻ എനി കേസ് നമുക്ക് എക്സ്പെരിമെൻറ്റിൽ നിന്ന് ഒരുപാട് ഡാറ്റ പോയിന്റ്സ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ കർവ് ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ മീനിങ് that curve may be straight line, logarithmic, exponential or any other form. Our aim is to find an approximating function. To find an approximating function എന്ന് പറയുമ്പോൾ ആ തന്നിരിക്കുന്ന ആ കർവ് കിട്ടുന്ന രീതിയിൽ, മാക്സിമം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇക്വേഷൻ കണ്ടെത്താം. That is called approximating function. That broadly fits the data points. തന്നിരിക്കുന്ന ഡാറ്റ പോയിന്റുമായിട്ട് മാക്സിമം അടുത്തുകൂടെ പോകുന്ന രീതിയിലുള്ള ഒരു ഈ സ്ട്രൈറ്റ് ലൈൻ്റെ അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കർവ്, ആ കർവിൻ്റെ ഒരു ഇക്വേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ബട്ട് ദി സ്ട്രൈറ്റ് ലൈൻ ഓർ ദാറ്റ് ഫിറ്റഡ് കർവ് ഡസ് നോട്ട് നെസസറിലി പാസ് ത്രൂ ദ ഗിവൺ ഡാറ്റ പോയിന്റ്സ്. തന്നിരിക്കുന്ന ഡാറ്റ പോയിന്റിലൂടെ പാസ് ചെയ്യണം നിർബന്ധമല്ല. ബിക്കോസ് നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഈ ഡാറ്റ പോയിന്റ്സിന് അടുത്തുകൂടെ പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റ പോയിന്റ്സിലൂടെ പാസ് ചെയ്യുക എന്നുള്ളതല്ല എയിമേ, മാക്സിമം അതിനടുത്തേക്കൂടെ പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലെങ്കിൽ കർവ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് മെത്തേഡ് ഈസ് കാൾഡ് കർവ് ഫിറ്റിംഗ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തെന്ന് മാത്രം. ഇനി കർവ് ഫിറ്റിംഗ് എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡാണ് ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് എന്നുള്ളത്. സോ ഇവിടെ ലീസ്റ്റ് സ്ക്വയർ സംതിങ് ഈസ് ലീസ്റ്റ്. സോ വി ഫൈൻഡ് ദ ബെസ്റ്റ് ഫിറ്റിംഗ് കർവ് എഫ് ഓഫ് എക്സ് ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് പോയിന്റ്സ് എക്സ് ഐ വൈ ഐ by minimizing the sum of the squares of the arrays between the curve and the given data points. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പോയിന്റ്സും നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന കർവും തമ്മിലുള്ള എറർ, ആ എററിൻ്റെ സ്ക്വയർ എടുക്കുക. സോ ആൻഡ് വി വിൽ ആഡ് ദാറ്റ് സ്ക്വയേഴ്സ്, ദാറ്റ് ഈസ് കാൾഡ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ എറേസ്. ആൻഡ് വി വിൽ മിനിമൈസ് ദാറ്റ് ടോട്ടൽ സം. ആ സമ്മിനെ നമ്മൾ മിനിമൈസ് ചെയ്യാണ്. അപ്പോൾ അത് മിനിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കർവ്. സോ ദിസ് മെത്തേഡ് ഈസ് കാൾഡ് ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് എ കർവ് വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മിനിമൈസിങ് ദ ലീസ്റ്റ് സ്ക്വയർ ഓഫ് ദി സം ഓഫ് ദി ലീസ്റ്റ് സ്ക്വയേഴ്സ് ഓഫ് ദ എറേസ്. അത് മിനിമൈസ് ചെയ്തുകൊണ്ടാണ് നമുക്കതിനെ ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വോൾട്ടേജ് വേഴ്സസ് കറൻറ്റ്, ടെമ്പറേച്ചർ വേഴ്സസ് റെസിസ്റ്റൻസ്. വി ഐ കർവ് എന്നുള്ളത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. ടെമ്പറേച്ചർ വേഴ്സസ് റെസിസ്റ്റൻസ് ഇൻ മെറ്റൽസ് എന്നുള്ളത് ഒറിജിനിലൂടെ പാസ് ചെയ്യില്ല. സ്റ്റിൽ ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. ആൻഡ് ദർ ആർ മെനി മോർ എക്സാമ്പിൾസ് ഇൻ ഫിസിക്സ് ഫോർ ഗെറ്റിംഗ് എ സ്ട്രൈറ്റ് ലൈൻ. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് ദി ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് പ്രൊസീജിയർ. ഇതിൻ്റെ തിയറി എന്താണെന്നുള്ളതാണ്. സോ വി അസ്യൂം ദാറ്റ് എക്സ് ഐ വൈ ഐ ഈസ് ദ ഗിവൺ സെറ്റ് ഓഫ് പോയിന്റ്സ്. അപ്പോൾ ഇവിടെ x1 y1 x2 y2 x3 y3 ഇങ്ങനെ ദർ ആർ n പോയിന്റ്സ്, n ഡാറ്റ പോയിന്റ്സ് ആർ ഗിവൺ. നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ടു ഫൈൻഡ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ടു ഫിറ്റ് ദിസ് ഡാറ്റ. ഈ തന്നിരിക്കുന്ന ഡാറ്റ ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ കിട്ടണം.
that is at x equal to xi, the given ordinate is yi. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ xi എന്നുള്ളതാണെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂ ഇറ്റ് ഈസ് yi, xi yi are given, and the corresponding value obtained from the fitted curve. നമ്മൾ ഒരു കർവ് ഫിറ്റ് ചെയ്യുന്നുണ്ട് എഫ് ഓഫ് എക്സ്, അതിൽ നിന്ന് കിട്ടുന്ന കറസ്പോണ്ടിങ് y വാല്യൂ എന്നുള്ളത് ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഐ. അപ്പോൾ ഇവിടെ വരുന്ന എറർ എന്നുള്ളത് ദാറ്റ് ഈസ് എറർ ഇൻ ദ y വാല്യൂ between the fitted value and the given value. Given value it is yi and the fitted value is f of xi. The error is ei is equal to yi minus f of xi. അപ്പോൾ ഇവിടെ this is the error in one reading. ഇതുപോലെ ഓരോന്നിലും e1 is equal to y1 minus f of x1, e2 is equal to y2 minus f of x2. ഇങ്ങനെ there will be n errors. ഇവിടെ n values are given. And sum of the squares of all these errors, അതായത് ഈ ഓരോ എററിൻ്റെയും സ്ക്വയർ എടുക്കുക, ആ സ്ക്വയർ എടുത്തിട്ട് സം ചെയ്യുക. ദാറ്റ് ഈസ് e1 സ്ക്വയർ പ്ലസ് e2 സ്ക്വയർ പ്ലസ് e3 സ്ക്വയർ പ്ലസ് എക്സെട്ര en സ്ക്വയർ. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ s, ദാറ്റ് ഈസ് കാൾഡ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ആൾ ദ എറേഴ്സ്. അപ്പോൾ ദാറ്റ് s ഈസ് ഈക്വൽ ടു e1 എന്നുള്ളത് ഇറ്റ് ഈസ് y1 മൈനസ് എഫ് ഓഫ് x1 ഹോൾ സ്ക്വയർ, e1 സ്ക്വയർ എന്നുള്ളത് ഇറ്റ് ഈസ് y1 മൈനസ് എഫ് ഓഫ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് എഫ് ഓഫ് x2 ഹോൾ സ്ക്വയർ എക്സെട്ര. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ yi മൈനസ് എഫ് ഓഫ് എക്സ് ഐ ഹോൾ സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഐ എന്നുള്ളതിനെ ഒന്നുകൂടി ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് ഞാൻ എഫ് ഐ എന്ന് എഴുതുന്നത് എഫ് ഐ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഐ. സോ yi മൈനസ് എഫ് ഐ ഹോൾ സ്ക്വയർ. So this is the sum of the squares of the arrays. Now the method of least square curve fitting is the minimization of this value of s, and you will find a best fitting curve so that this value, that is the sum of the squares of the arrays, is minimized. So this is called a least square curve fitting. There are linear, ഇവിടെ ഈ least square curve fitting എന്നുള്ളതിൽ പല രീതിയിൽ ലിസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് നടത്താം. അതിൽപ്പെട്ടതാണ് ലീനിയർ ലിസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് ഉണ്ട്, നോൺ ലീനിയർ ലിസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ലീനിയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എ പ്ലസ് ബി എക്സ് എന്ന ഫോമിലേക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ലീനിയർ കർവ് ഫിറ്റിംഗ്. ലീനിയർ അല്ലാത്ത കർവ് ഫിറ്റിംഗും പോസിബിൾ ആണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും മിനിമം കേസ് ആയിട്ടുള്ള വളരെ സിംപ്ലസ്റ്റ് കേസ് ആയിട്ടുള്ള ലീനിയർ കർവ് ഫിറ്റിംഗ് എന്നുള്ളതിലൊരു കേസാണ് സ്ട്രൈറ്റ് ലൈൻ കർവ് ഫിറ്റിംഗ് എന്നുള്ളത്. So we will discuss the straight line curve fitting. Fitting a straight line. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ പോയിന്റ്സ് xi yi, and there are n data points x1 y1 x2 y2 etc xn yn, and suppose the straight line to be fitted is f of x is equal to a plus bx. അത് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട സ്ട്രൈറ്റ് ലൈൻ f of x is equal to a plus bx. So we have to find the value of a and b. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്തുക, അതാണ് നമ്മുടെ എയിം എന്നുള്ളത്. ആൻഡ് ദിസ് വാല്യൂ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം xi yi ആൻഡ് ആൾസോ ഫ്രം ദ കണ്ടീഷൻ ദാറ്റ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ എറേസ്, ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ yi മൈനസ് എഫ് ഐ ഹോൾ സ്ക്വയർ ഈസ് ടു ബി എ മിനിമം. ഇത് മിനിമൈസ് ചെയ്യണം. ഇത് മിനിമം ആവുന്ന രീതിയിൽ വേണം എയും ബിയും കണ്ടെത്താൻ. വേറെ എഫ് ഐ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഐ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ഐ. ദിസ് ഈസ് എഫ് ഐ. നൗ ദ മെത്തേഡ് ഈസ് ഫോർ എസ് ടു ബി മിനിമം. We have the differential of s with respect to a and b should be 0. That is dou s by dou a and dou s by dou b. This is dou s by dou b. Dou s by dou a and dou s by dou b should be equal to 0. അത് വെച്ചിട്ട് we can find the first condition. Dou s by dou a is equal to 0 implies this is s. Therefore dou s by dou a is 2 into sigma yi minus fi into dou by dou a of yi minus fi. So 2 into sigma into yi minus fi into dou by dou a of yi minus fi is equal to 0. Now this one, dou by dou a of yi minus fi is equal to dou by dou a of yi. It will be equal to 0 because yi xi എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നിരിക്കുന്ന പോയിന്റ്സ് ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. തന്നിരിക്കുന്ന ഡാറ്റ പോയിന്റ്സ് ആണ് xi yi എന്നുള്ളത്. അത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. Therefore dou by dou a of yi is 0 minus dou by dou a of fi, that is dou fi by dou a, that is equal to minus dou by dou a of fi എന്നുള്ളത് it is a plus b xi that we have obtained here. F of fi is equal to f of xi, that is a plus b xi. A plus b xi കൊടുക്കുകയാണെങ്കിൽ we get dou a by dou a, it is minus 1. There is a minus, and the next term will be b into dou xi by dou a.
xi by dou iയും 0 ആണ് because xi is a constant. xi, yi എന്നുള്ളത് they are given data points, so their differential with respect to a and b are 0. So it is equal to -1. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. So we get minus of sigma yi minus fi is equal to 0, which implies if that minus is eliminated, we get sigma of, because it is equal to 0 means this quantity is also equal to 0. Sigma of yi minus fi is a plus bxi is equal to 0. That is, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു സമ്മാണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നുണ്ടാവും y1 മൈനസ് എ മൈനസ് ബി എക്സ് 1 പ്ലസ് y2 മൈനസ് എ മൈനസ് ബി എക്സ് 2 പ്ലസ് എക്സെട്ര പ്ലസ് yn മൈനസ് എ മൈനസ് ബി എക്സ് എൻ ഇസ് ഈക്വൽ ടു 0. So we get y1 plus y2 plus y3 plus etc. yn, that is sigma yi minus a minus a minus a up to etc. minus a. There will be minus a terms n times, so it will be minus na minus b into x1 plus x2 plus x3 plus etc. plus xn, that is sigma xi is equal to 0. So which implies na plus b into sigma xi is equal to sigma yi. So this is one of the equation for the coefficients a and b. നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ എയും ബിയും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ബിക്കോസ് എയും ബിയും കണ്ടെത്തി നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ ഫിറ്റ് ചെയ്തു സച്ച് ദാറ്റ് എസ് ഇസ് മിനിമൈസ്ഡ്. അപ്പോൾ എസ് മിനിമൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഡോ എസ് ബൈ ഡോ എ ഈക്വൽ ടു 0. ഫ്രം ദാറ്റ് കണ്ടീഷൻ വി ഒബ്റ്റൈൻ an equation for a and b which is na plus b into sigma xi is equal to sigma yi. ഇതേപോലെ അടുത്ത കണ്ടീഷൻ എടുക്കാം. ഡോ എസ് ബൈ ഡോ ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അവിടെ നിന്ന് കിട്ടും 2 ഇൻറ്റു സിഗ്മ ഓഫ് yi മൈനസ് എഫ് ഐ ഇൻറ്റു ഡോ ബൈ ഡോ ബി ഓഫ് yi മൈനസ് എഫ് ഐ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഡോ ബൈ ഡോ ബി ഓഫ് yi മൈനസ് എഫ് ഐ എന്നുള്ളത് ഇറ്റ് വിൽ ബി 0 മൈനസ് ഡോ എഫ് ഐ ബൈ ഡോ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ബി ഓഫ് എ പ്ലസ് ബി എക്സ് ഐ. നൗ മൈനസ് ഡോ ബൈ ഡോ ബി ഓഫ് എ ഇറ്റ് വിൽ ബി 0 ബിക്കോസ് ഇറ്റ് ഈസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ. എ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ബി മാത്രം വേരി ചെയ്യുന്നുള്ളൂ. സോ ഫസ്റ്റ് ടൈം ഈസ് 0 ആൻഡ് സെക്കൻഡ് ടൈം ഈസ് മൈനസ് ഡോ ബി ബൈ ഡോ ബി എന്നുള്ളത് 1 ആവും ആൻഡ് ദെർഫോർ ഇറ്റ് വിൽ ബി മൈനസ് എക്സ് ഐ. പുട്ടിംഗ് ദാറ്റ് വാല്യൂ ഹിയർ വി ഗെറ്റ് മൈനസ് ഓഫ് sigma yi minus fi into minus xi is equal to 0. So minus into minus it becomes plus, and we can see that it implies sigma of this xi into yi, sigma xi yi minus this fi is a plus bxi. So this xi is taken into inside, so xi into a plus bxi is equal to 0. That is equal to sigma xi yi minus sigma xi into a plus bxi is equal to 0. That is equal to sigma xi yi minus a into sigma xi minus b into sigma xi square, because xi into xi it will be xi square, it will be equal to 0. So we get the next equation for a and b. A sigma xi plus b sigma xi square is equal to sigma xi yi. That is equation number 2. Now from 1 and 2 we have to find the value of a and b. In 1 there is an na term, and in 2 there is a into sigma xi term. So if we multiply equation 1 with sigma xi, we get na sigma xi, that is this one, na into sigma xi plus b into sigma xi whole square. Already there is a sigma xi. If you multiply by sigma xi, again sigma xi whole square is equal to sigma yi is there, so it will be sigma xi yi. ഇതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നൗ യൂസിങ് ഇക്വേഷൻ 2 ആൻഡ് ദിസ് ഇക്വേഷൻ 3. 2 and 3 വെച്ചിട്ട് പിന്നെ കാണാം ഇവിടെ എ ഇൻറ്റു സിഗ്മ എക്സ് ഉണ്ട്, ഇവിടെ എൻ എ ഇൻറ്റു സിഗ്മ എക്സ് ഉണ്ട്. സോ മൾട്ടിപ്ലൈയിങ് 2 വിത്ത് എൻ ആൻഡ് സബ്ട്രാക്ടിങ് ഫ്രം 3 or 3 from 2 we get 2 into n minus 3. So it will be nb sigma xi square, that is this one. na sigma xi എന്ന ടേമും ഇവിടുത്തെ na sigma xi എന്ന ടേമും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഹിയർ nb sigma xi സ്ക്വയർ മൈനസ് b sigma xi സ്ക്വയർ is equal to n into sigma xi yi minus sigma xi sigma yi. That is b into n sigma xi square minus sigma xi whole square. രണ്ടും ഡിഫറൻ്റ് ആണ്. ഇത് സിഗ്മ xi സ്ക്വയർ ആണ്, ഇത് സിഗ്മ xi whole square ആണ്. is equal to n into sigma xi yi minus sigma xi into sigma yi. So b is equal to this one, that is n into sigma xi yi minus
sigma x into sigma y divided by n into sigma xi square minus sigma xi whole square. So this is the value of the y b in the equation y is equal to a plus bx. This b is called the slope of the equation, slope of the straight line എന്ന് പറയാം. So slope കണ്ടെത്താനുള്ള formula ആണ് this one. And the y intercept a is equal to, from equation 1 we get a is equal to sigma yi minus b into sigma xi by n. So sigma yi minus sigma b into sigma xi by n. So that is sigma xi by n എന്ന് പറയുമ്പോൾ അത് average value of x ആണ്. So it can be represented as x bar. So a is equal to minus bx bar plus sigma yi by n എന്നുള്ളത് it is average value of y. So plus y bar. Therefore we get the value of the y intercept a is equal to y bar minus bx bar. അപ്പോൾ ഇങ്ങനെ എയും ബിയും വാല്യൂ കണ്ടെത്താം. ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ കർവ് ഫിറ്റിങ്ങിൻ്റെ തിയറി എന്നുള്ളത്. Now a concept called goodness of fitting. Goodness of fitting എന്നുള്ളത് how good is the fitted curve with respect to the actual value. ആക്ച്വൽ വാല്യൂമായിട്ട് എത്രത്തോളം ഗുഡാണ് ഈ ഫിറ്റഡ് കർവ് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേമാണ് ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എസ് വൈ സ്ക്വയർ റൂട്ട് ഓഫ് എസ് വൈ മൈനസ് എസ് ബൈ എസ് വൈ. ഇവിടെ എസ് എന്നുള്ളത് നേരത്തെ ഡിഫൈൻ ചെയ്തത് തന്നെയാണ്. ഇറ്റ് ഈസ് ദ സം ഓഫ് ദി squares of the arrays, and sy is defined as sigma of yi minus y bar whole square. And if the coefficient of correlation, if correlation coefficient is close to 1, then the fitted curve is taken to be a good one. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 1 അടുത്തേക്ക് എത്തുകയാണെങ്കിൽ ആ ഒരു കർവ് വളരെ നല്ല ഫിറ്റിംഗ് കർവ് എന്ന രീതിയിൽ നമ്മൾ എടുക്കാറുള്ളത്. എല്ലാ സമയത്തും ഇത് കറക്റ്റ് ആവണമെന്നില്ല, ബട്ട് ഇൻ ജനറൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് ലൈക്ക് ദാറ്റ്. Now another formula for coefficient of b. നിങ്ങളുടെ വേറെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫോർമുല കാണുന്നുണ്ടാവാം. ബി എന്നുള്ളതിൻ്റെ ഫോർമുല നമുക്ക് കിട്ടുന്ന ഫോർമുലയെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും n കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് വാല്യൂ. സോ ഇറ്റ് വിൽ ബി സിഗ്മ xi yi മൈനസ് ദിസ് വൺ ഈസ് x bar into sigma yi. ദിസ് വൺ ബിക്കംസ് sigma xi square minus x bar into sigma xi. So that can be written as b is equal to sigma of yi, because there is a yi here also yi, into xi minus x bar divided by sigma xi into xi minus x bar. So this is another formula for b. It will get the same answer for the value of b, and a is as usual y bar minus bx bar. Now we do a problem. Find the best values of a and b if the straight line f of x is equal to a plus bx is fitted to the data xi yi is equal to 1, 1.06, 2, 2.04, 2.4, 3, 3.5, 4, 4.8 and 5, 5.7. Find also the correlation coefficient. അപ്പോൾ ഇവിടെ ആദ്യം നമ്മുടെ n വാല്യൂസ് കണ്ടെത്താൻ നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ് n is equal to 5. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഫോർമുല അനുസരിച്ച് you are going to use this formula. ഈ ഫോർമുല അനുസരിച്ച് n വേണം, സിഗ്മ xi yi വേണം, സിഗ്മ xi വേണം, സിഗ്മ yi വേണം, ദെൻ സിഗ്മ xi സ്ക്വയർ വേണം, ദെൻ സിഗ്മ xi ഹോൾ സ്ക്വയറും വേണം. അപ്പോൾ എന്തൊക്കെ വേണം? എക്സ്, സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ xi yi, സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ അത്രയും കോളം വരക്കണം. എക്സ് വേണം, വൈ വേണം, എക്സ് വൈ വേണം, എക്സ് സ്ക്വയർ വേണം. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടെത്താൻ yi മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയറും, അതുപോലെ തന്നെ എറർ എസ് കണ്ടെത്താൻ yi മൈനസ് fi ഹോൾ സ്ക്വയർ. fi എന്ന് പറയുമ്പോൾ a മൈനസ് bx ഹോൾ സ്ക്വയർ. സോ ഗിവൺ എക്സ് വൈ പോയിന്റ്സ് മാർക്ക് ചെയ്തു. ആദ്യം അതിൻ്റെ സം എടുത്തു സിഗ്മ xi, then സിഗ്മ yi, അതിൻ്റെ ആവറേജ് എടുത്തു സിഗ്മ എക്സ് ബാർ y. Now sigma xi yi എന്നുള്ളത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 0.6, 0.6, then 2 into 2.4, 4.8, അതിൻ്റെ സം എടുക്കുക സിഗ്മ xi yi, then x സ്ക്വയർ, ഒന്നാമത്തെ കോളത്തിൻ്റെ സ്ക്വയർ എടുക്കുക, അതിൻ്റെ സം സിഗ്മ എക്സ് സ്ക്വയർ, then yi മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ. സോ വൈ ബാർ ഇസ് റിക്വയർഡ് ഹിയർ. നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വൈ ബാർ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വൈ ബാർ 3.4 എന്നുള്ളത് എടുക്കാം. സോ yi ഈസ് 0.6 മൈനസ് 3.4 ഹോൾ സ്ക്വയർ. അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂ അതിൻ്റെ സ്ക്വയർ എടുത്തു. Then yi minus a minus bx whole square.
yi minus a minus bx whole square എന്നുള്ളത് നമുക്ക് എയും ബിയും കണ്ടെത്തി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. So first we will find a and b, then only you can calculate the last column. So slope b is equal to n into sigma xi yi minus sigma xi into sigma yi by n into sigma xi square minus sigma xi whole square. So that is equal to 5 into sigma xi yi is 63.6 minus sigma xi is 15 into sigma yi is 17 divided by n5 sigma xi square is 55 minus sigma xi whole square is 15 whole square, that is equal to 1.26. So this is the slope, and y-intercept a is equal to y bar minus bx bar. So we require y bar and x bar. So you have to calculate both the x bar and y bar. So it is equal to 3.4 minus 1.26 into 3, that is equal to minus 0.38. And the coefficient of correlation is sy minus s by sy. So sy is obtained here, and s can be calculated now because a and b are obtained here. A and b ningal kandathittunde. Then after that you can fill the last column and find the value of s, and you will get the value of s is 0.224. Using that one, we will get the coefficient of correlation is 0.9930. It is almost close to 1 because it is a very good fitting. So the fitted straight line is y is equal to a plus bx, that is minus 0.38 plus 1.2 into x. ഈ കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ പറ്റുമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാം, ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഈ ഫോർമുല, അതല്ലെങ്കിൽ ദർ ഈസ് അനദർ മെത്തേഡ്. The fitted straight line is y is equal to a plus bx, and the equations for a and b are, നമുക്കറിയാം equation 1 നിങ്ങളിവിടെ എഴുതുന്ന ഈ equation, that is this equation, and the second one this equation. ഈ രണ്ട് ഇക്വേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായി സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് എൻ എ. അത് ഓർത്ത് വെക്കാൻ വളരെ ഈസിയാണ്, ബിക്കോസ് എ പ്ലസ് ബി എക്സ് ഇസ് ഈക്വൽ ടു വൈ. എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് എൻ എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് ഐ. അതിവിടെ സിഗ്മ എടുക്കുകയാണ്. അപ്പോൾ സിഗ്മ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിഗ്മ എ എന്ന് പറയുമ്പോൾ എൻ എ വരും, പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് ഐ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ഐ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോർമുലനുസരിച്ച് ഇറ്റ് ഈസ് 5a പ്ലസ് സിഗ്മ എക്സ് ഐ എന്നുള്ളത് ഇറ്റ് ഈസ് 15b ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ഐ ഇറ്റ് ഈസ് 17. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതേ ഇക്വേഷനിലേക്ക് പോയിട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിഗ്മ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിഗ്മ എ എക്സ്, ദാറ്റ് ഈസ് എ ഇൻറ്റു സിഗ്മ എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഓഫ് എക്സ് ഐ വൈ ഐ. നിങ്ങൾ നേരത്തെ ഇക്വേഷൻ 2 ആണ്. ഇക്വേഷൻ 2ൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിഗ്മ എക്സ് ഐ എന്നുള്ളത് 15a പ്ലസ് സിഗ്മ എക്സ് ഐ സ്ക്വയർ 55b ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ വൈ ഐ 63.6. അത് ടേബിളിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. 63.6 അല്ല, ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇക്വേഷൻ 1 2 കിട്ടി. ഇത് സാധാരണ ഒരു ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ 15 വരുന്നുണ്ട്, ഇവിടെ 5 വരുന്നുണ്ട്. സോ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ഇൻറ്റു 3. അപ്പോൾ 15a മൈനസ് 15a, a 0 ആവും. നൗ 55 മൈനസ് 45b, 10b ഈസ് ഈക്വൽ ടു 63.6 minus 17 into 3. So you will get the value of 10b 12.6 and b is equal to 1.26. Now from equation 1, a is equal to 17 minus 15b by 5. 17 minus 15b by 5, that is equal to minus 0.38. So we get the same value as before. So the fitted straight line is y is equal to minus 0.38 plus 1.26x. Now ഈ fitted straight line നമ്മളിവിടെ ഗ്രാഫിൽ കാണിച്ചിരിക്കുകയാണ്. This is the fitted straight line and the given data points are represented by yellow dots. ഇങ്ങനെ യെല്ലോ കളർ ഡോട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് given data points. So we can see that the fitted straight line is not passing through any one of the data points. തന്നിരിക്കുന്ന ഒരു ഡാറ്റാ പോയിന്റിലൂടെയും ഇവിടെ പാസ് ചെയ്യുന്നില്ല. പാസ് ചെയ്യണം നിർബന്ധമില്ല, because the theory is to minimize the error. It is not to pass through the points. തന്നിരിക്കുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ എയിം എന്നുള്ളത് എറർ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് കാൾഡ് ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ്. ദർ ഈസ് അനദർ മെത്തേഡ് കാൾഡ് ഇന്റർപോളേഷൻ. ഇന്റർപോളേഷൻ എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാ പോയിന്റിലൂടെയും പാസ് ചെയ്യണം. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ലെസൺ. സോ ദിസ് ഈസ് ദ ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ്. ആഫ്റ്റർ ദിസ് lesson you will be able to answer the questions what is curve fitting and reduce the equations of straight line fitting by the method of least squares.
And why this method is called least square curve fitting, because you can see how it is called least square curve fitting. Then write some instances in physics to get a straight line graph between two quantities. So thank you for watching this video.